Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ആഘോഷിച്ച ദനഹ തിരുനാളോടുകൂടി നമ്മൾ ദനഹ കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ദനഹ എന്ന സുറിയാനി പദത്തിന് പ്രത്യക്ഷീകരണം, വെളിപ്പെടുത്തൽ, ഉദിച്ചുയരൽ, പ്രകാശിക്കൽ എന്നെല്ലാം അർത്ഥമുണ്ടെന്ന് നമുക്കറിയാം. ദനഹ തിരുനാളിൻ്റെ വിശുദ്ധഗ്രന്ഥ പശ്ചാത്തലമായി നിൽക്കുന്നത് പരസ്യജീവിതാരംഭത്തിൽ ഈശോയുടെ മാമോദീസായാണ്. ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ലോകത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് മാമോദീസായിലൂടെയാണല്ലോ. മിശിഹായെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുക്കമായുള്ള യോഹന്നാൻ മാംദാന നൽകിയിരുന്ന മാമോദീസായ്ക്ക് ഈശോയും വിധേയനാകുമ്പോൾ, യോർദാൻ നദിയിലെ ജലത്തിൽ മുങ്ങുമ്പോൾ സ്വർഗം തുറക്കുന്നതും സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം സംസാരിക്കുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട്. ദൈവം എത്തിയത് യോഹന്നാൻ മാംദാനയിൽ നിന്ന് സ്നാനമേൽക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അവിടുത്തേക്ക് പ്രീതിഭാജനമാണ് എന്നുള്ള സത്യമാണ്. അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് റൂഹാദ് കുരിശാ തമ്പുരാൻ പ്രാവിൻ്റെ രൂപത്തിൽ മിശിഹായുടെ മേൽ, ഈശോയുടെ മേൽ പറന്നിറങ്ങുന്നത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളും ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്ന, ദൈവം ആരാണ്, ദൈവം എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന രംഗമാണ് മാമോദീസായുടേത്. അതുകൊണ്ടാണ് ദനഹ തിരുനാളിൻ്റെ കേന്ദ്രമായി ഈ മാമോദീസ നിൽക്കുന്നത്. അവിടെയാണ് ദൈവം ലോകത്തിന് പരസ്യമായി ആദ്യമായി വെളിപ്പെടുത്തപ്പെട്ടത്. അവിടെയാണ് പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്ന് ജനിച്ച ഈശോ, നസ്രായനായ ഈശോ ആരാണ് എന്നുള്ള സത്യം ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടത്. അവിടുന്ന് സത്യദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൽ നിന്നുള്ള ദൈവമാണ്, സത്യത്തിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം എന്ന് വ്യക്തമാക്കപ്പെട്ടത് ആ സന്ദർഭത്തിലായിരുന്നു. ഈശോയുടെ മാമോദീസയുടെ വേളയിൽ പിതാവായ ദൈവം ലോകത്തോട് പ്രഖ്യാപിച്ച, നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ സത്യത്തിൻ്റെ വിശദീകരണമാണ് ദനഹാകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണല്ലോ ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം. ഈ 8-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ 8-ാം അധ്യായം 7-ാം അധ്യായത്തിൽ ആരംഭിച്ച് 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവസാനിക്കുന്ന ആ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ മനുഷ്യനായി അവതരിച്ച ഈശോയോടുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ്, പ്രതികരണങ്ങൾ നമ്മൾ കാണുമ്പോൾ, ഈശോയുടെ പിന്നാലെ വരികയും ഈശോയിൽ വിശ്വസിക്കുകയും കൂടെ വസിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാരെ കാണുമ്പോൾ 5 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതികൂലമായ പ്രതികരണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈശോ തൻ്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നതിനുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുമ്പോഴും അതെല്ലാം മറന്നുകൊണ്ട്, അതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് എപ്രകാരം ഈശോയെ ഇല്ലാതാക്കാമെന്ന് ശ്രമിക്കുന്ന യഹൂദ നേതൃത്വം, ഫരിസയരും നിയമജനം, പ്രധാന പുരോഹിതരുമെല്ലാം അവിടുന്ന് ദൈവമാണ്, ദൈവപുത്രനാണ് എന്നുള്ള സത്യത്തെ ഖണ്ഡിക്കുവാൻ വേണ്ടി അവിടുന്നുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന രംഗങ്ങളാണ് 5 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുക. അതിൻ്റെ ഒരു ഭാഗമാണ് 8-ാം അധ്യായത്തിൽ 21 മുതലുള്ള ഭാഗത്തും നമ്മൾ വായിക്കുന്നത്. ഈശോ ദൈവമാണ്, ദൈവപുത്രനാണ്, അവിടുന്ന് പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമെല്ലാം ഈ ദൈവികമായ അധികാരത്തോടെയാണ്. അതുകൊണ്ടാണല്ലോ ജനക്കൂട്ടം പോലും പറയുന്നുണ്ടല്ലോ, ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും കേൾക്കുമ്പോൾ, ഇവൻ എന്ത് അധികാരത്തോടെയാണ് ഇവൻ സംസാരിക്കുന്നത്, കാറ്റിനോടും കടലിനോടും പോലും ഇവൻ ശാസിക്കുന്നു, അവയവനെ അനുസരിക്കുന്നു, എത്രയോ ശക്തമാണ് ഇവന്റെ പ്രബോധനം, നമ്മുടെ നേതാക്കന്മാരെ പോലെ അല്ലല്ലോ ഇവൻ സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതുമെന്നൊക്കെ ജനക്കൂട്ടം ആശ്ചര്യത്തോടെ ഈശോയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് പറയുന്നത് സുവിശേഷങ്ങളിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും ഇത്ര പകൽ പോലെ വെളിച്ചം വ്യക്തമായിരുന്നു ഈശോയുടെ ദൈവത്വമെങ്കിലും അതിനെ അംഗീകരിക്കാൻ യഹൂദ നേതൃത്വം, പ്രധാന പുരോഹിതരും ഫരിസയരും സന്നദ്ധരായിരുന്നില്ല.
അപ്പോൾ അവരോടുള്ള ഒരു സംവാദമാണ്, സംഭാഷണമാണ് നമ്മൾ ഈ 8-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത്. 21-ാമത്തെ വാക്യത്തിൽ ഈശോ വീണ്ടും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. വീണ്ടും പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇക്കാര്യം ഇതിനു മുൻപും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ അർത്ഥം തന്നെ വ്യക്തമാക്കുവാനാണ്. ഉദാഹരണത്തിന് 5-ാം അധ്യായത്തിൽ തന്നെ, 5-ാം അധ്യായത്തില് കുളക്കരയില് വർഷങ്ങളായിട്ട് തളർവാദം ബാധിച്ചു കിടന്നിരുന്നവനെ സുഖപ്പെടുത്തുമ്പോൾ ആ സന്ദർഭത്തിലും ഈശോയുടെ ആ ദൈവികതയെ അംഗീകരിക്കുവാൻ തയ്യാറല്ലാതിരുന്ന ആ യഹൂദ നേതൃത്വത്തോട് ഈശോ പറയുന്നുണ്ടല്ലോ, 5-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ ഈശോ ദൈവപുത്രനാണ് എന്നുള്ള ദൈവികമായ അധികാരത്തോടെയാണ് പ്രവർത്തിക്കുന്നത്, തന്നെ പിതാവ് ഏൽപ്പിച്ച കാര്യം തന്നെയാണ് താൻ തുടരുന്നത് എന്ന് വ്യക്തമായി അവർ പറയുന്നുണ്ടല്ലോ. നിന്റെ വാദം സത്യമല്ല, കാരണം നീ നിനക്ക് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെന്ന്. അവിടെ ഈശോ പറയുന്നുണ്ട്, രണ്ടുപേരുടെ സാക്ഷി സത്യമാണല്ലോ, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഒപ്പം എന്നെ അയച്ച് പിതാവും സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് 5-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുതന്നെയാണ് 7-ാം അധ്യായം 33-34 വാക്യങ്ങളിലും ഈശോ പറയുന്നുണ്ട്, ഞാൻ പോവുകയാണ്, എന്നെ അയച്ചവന്റെ പക്കലേക്ക് ഞാൻ പോവും, ഞാൻ മടങ്ങി പോവുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ എന്നെ കണ്ടെത്തുകയില്ല എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് 8-ാം അധ്യായം 21-ാം വാക്യത്തിലും പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ വീണ്ടും അവരോട് പറഞ്ഞു എന്നുള്ള ആമുഖത്തോടുകൂടി യോഹന്നാൻ വിവരണം ആരംഭിക്കുന്നത്. 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവിടുന്ന് പറയുന്നത്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പക്ഷെ നിങ്ങൾ എന്നെ കണ്ടെത്തുകയില്ല. പക്ഷെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുമെന്നാണല്ലോ ഈശോ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ അന്വേഷിക്കും പക്ഷെ കണ്ടെത്തുകയില്ല എന്ന് പറയുന്നത്? ഇവരുടെ അടിസ്ഥാന മനോഭാവം ശരിയല്ലാതിരുന്നത് കൊണ്ടാണ്. അതായത് ഈശോയെ കാണണമെങ്കിൽ, ഈശോയെക്കുറിച്ചുള്ള അന്വേഷണം ആത്മാർത്ഥമാകണമെങ്കിൽ ഈശോ ആരാണ് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ആ അസ്തിത്വപരമായ ബന്ധം, നസറായനായ ഈശോയ്ക്ക് കന്യകയായ ജനിച്ച ദൈവപുത്രനായ മനുഷ്യപുത്രനായ ഈശോയ്ക്ക് പിതാവായ ദൈവവുമായിട്ടുള്ള അസ്തിത്വപരമായ ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമേ അന്വേഷണം അർത്ഥപൂർണമാവുകയുള്ളൂ, ലക്ഷ്യത്തിലെത്തുകയുള്ളൂ എന്നാണ് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം. ഇവരന്വേഷിക്കുന്നത്, ഈ ഫരിസേയരും പ്രധാന പുരോഹിതരും അന്വേഷിച്ചിരുന്നത് വിശ്വസിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ആയിരുന്നില്ല, ഈശോയുടെ ശിഷ്യരാകണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരുന്നില്ല, മറിച്ച് എങ്ങനെ ഈശോയെ വാക്കിൽ കൊടുക്കാം, എങ്ങനെ അവനെ നശിപ്പിക്കാം എന്നുള്ള പദ്ധതിയോടുകൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എന്നെ അന്വേഷിക്കും പക്ഷെ കണ്ടെത്തുകയില്ല. അത് ആ കാര്യം തന്നെ 21-ാം വാക്യത്തിൽ പറയുന്നതാണ് 24-ാം വാക്യത്തിൽ വീണ്ടും വ്യക്തമാക്കുന്നത്. നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ അവിടുന്ന് ഈശോ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ മരിക്കും, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ മരിക്കും. എന്താണ് ഈ പാപം? പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് കഴിയുന്ന അവസ്ഥയാണ്. ആദ്യ മാതാപിതാക്കന്മാർ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അനുസരണക്കേട് വഴി ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ, ദൈവത്തോട് ധിക്കരിച്ചപ്പോൾ ആ ദൈവിക ബന്ധത്തിൽ നിന്നാണ് അവർ വിച്ഛേദിക്കപ്പെട്ടതും പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. ആ ദൈവിക പിതാവ് ബന്ധമാണ് അവിടെ വിച്ഛേദിക്കപ്പെട്ടത്. അതാണല്ലോ റോമാക്കാർക്കുള്ള ലേഖനത്തില് 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ആദം തൻ്റെ അനുസരണക്കേട് വഴി മനുഷ്യവർഗം മുഴുവനിലും പാപം വരുത്തി വെച്ചു എന്ന് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഈ പാപത്തിൻ്റെ വഴിയുണ്ടായ ഈ അകൽച്ച മാറ്റുന്നതിനും മനുഷ്യവർഗത്തെ പിതാവായ ദൈവവുമായിട്ട് ഒന്നിപ്പിക്കുന്നതിനും അനുരഞ്ജിപ്പിക്കുന്നതിനും ആ ദൈവിക സഹവാസത്തിലേക്ക്, ദൈവിക കൂട്ടായ്മയിലേക്ക്, ആ പർദീസായിലേക്ക് വീണ്ടും മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ദൈവം മനുഷ്യനായി അവതരിച്ചത് തന്നെ. അപ്പോൾ ആ സത്യമാണ് ഈശോ പറയുന്നത്, നിങ്ങൾ പാപത്തിൽ മരിക്കും, നിങ്ങളുടെ അന്ത്യം ഈ ദൈവവുമായി വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരിക്കും, ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കും, ദൈവിക സഹവാസത്തിലായിരിക്കില്ല. കാരണം എന്താണ്? നിങ്ങൾ അന്വേഷിക്കുന്നത് ആത്മാർത്ഥതയോടെയല്ല, വിശ്വസിക്കുവാനുള്ള ലക്ഷ്യത്തോടെയല്ല എന്ന് പറയുകയാണ്. നിങ്ങൾ എപ്പോൾ വരെ പാപത്തിൽ മരിക്കുമെന്നുള്ളത് 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 24-ാം വാക്യത്തിൽ അവിടുന്ന് പറയുന്നത്, ഞാൻ ആകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ മരിക്കും. 21-ാം വാക്യത്തിൽ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന്. അതിന് വിശദീകരണമാണ് 24-ാം വാക്യത്തിൽ, ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ. ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യത്തെ വായനയിൽ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നുള്ള ആദ്യത്തെ വായനയുണ്ടല്ലോ, മോശയ്ക്കുണ്ടാകുന്ന ദൈവിക ദർശനം, ഇസ്രായേൽ ജനത്തിന് മെസ്രൈൻ നാട്ടിലുണ്ടായിരുന്ന അവരനുഭവിക്കേണ്ടി വന്ന മർദ്ദനവും രോദനവും എല്ലാം മനസ്സിലാക്കുന്ന, അത് കേൾക്കുന്ന, അവരുടെ രോദനം എൻ്റെ കർണപടങ്ങളിൽ എത്തിയിരിക്കുന്നു, അവരനുഭവിക്കുന്ന മർദ്ദനം എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നു, നീ പോയി ഇസ്രായേൽ ജനത്തെ, എൻ്റെ പുത്രരെ
എൻ്റെ മക്കളെ ബെസറേനിലെ അടിബന്ധത്തിൽ നിന്ന് വിമോചിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മോശയെ വിളിക്കുമ്പോൾ മോശ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ജനത്തോട് എന്നെ ആരയച്ചു എന്നാണ് പറയുന്നത്, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതാണ് ഞാൻ ആകുന്നു, ഐ ആം എന്നുള്ള ആ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈശോ ഇവിടെ പറയുന്നത്. ആ സത്യം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ ഞാൻ ആകുന്നുവെന്ന് മോശയ്ക്ക് കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് സ്വയം വെളിപ്പെടുത്തിയ ദൈവം തന്നെയാണ്. ആ ദൈവത്തിന്റെ പുത്രനാണ്, സത്തയിൽ ആ പിതാവിനോട് ദൈവത്തോട് ഏകനാണ്, സമനാണ് എന്നുള്ള സത്യം നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്നാണ് 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തില് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഴയ നിയമത്തിന്റെ മൂലഭാഷയായ ഹീബ്രുവില് നമ്മൾ വായിക്കുന്നത് എഹിയെ അഷേർ എഹിയെ എന്നാണ്. ആകുന്നവൻ ഞാൻ ആകുന്നു, ഞാൻ ആകുന്നവനാകുന്നു, ഞാൻ ആണ്. അത് തന്നെയാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മുടെ 1-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ടല്ലോ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ സർവശക്തന്റെ കൃപയും സമാധാനവും എന്നാണ് വെളിപാട് ഗ്രന്ഥകാരൻ ദൈവത്തെ അവതരിപ്പിക്കുന്നത്, ഈശോയെ അവതരിപ്പിക്കുന്നത്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും, അതായത് ദൈവത്തിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒന്ന് തന്നെയാണ്. ദൈവം എന്നും ആകുന്നവനാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ ആയിരുന്നു, ഇന്നാണ്, നാളെ ആകുമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അനിശ്ചിതമാണ് നമ്മുടെ ഭാവി. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്രത്യേകത, ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വ്യതിരക്തനാണ് ഈ നിത്യതയാണ്. അവിടെ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഈ നിത്യനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായവൻ തന്നെയാണ്, ആ മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവം തന്നെയാണ് മനുഷ്യനായി അവതരിച്ചിരിക്കുന്ന ഈശോ എന്നുള്ള സത്യം അംഗീകരിക്കുന്നില്ല എങ്കിൽ, അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാപത്തിൽ തന്നെ മരിക്കുമെന്നാണ് ഈശോ പറയുന്നത്. ഇക്കാര്യം തന്നെ അത് എപ്പോഴാണ് ഈ സത്യം വെളിപ്പെടുന്നത്, എപ്പോഴാണ് എന്ന് വരെ ഇത് ഈ ദൈവിക സത്യത്തിന്റെ വെളിപ്പെടുത്തലിന്റെ ക്ലൈമാക്സ് എന്താണ്, കൾമിനേഷൻ എന്താണ് എന്നുള്ളതാണ് 28-ാം വാക്യത്തിൽ. മനുഷ്യപുത്രനെ നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഈശോയുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം പിതാവായ ദൈവവുമായുള്ള ബന്ധത്തിന്റെ നിന്ന് വരുന്നതായിരുന്നു. അക്കാര്യമാണല്ലോ ഈശോ പറയുന്നത്. 26-ാം വാക്യത്തിൽ പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം പിതാവിനെ പഠിപ്പിച്ചവയാണ്, സ്വമേധയാ ഞാൻ ഒന്നും പറയുന്നില്ല. എന്നെ അയച്ചവൻ സത്യവാനാണ്, അവനിൽ നിന്ന് കേട്ടവ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഈശോയുടെ പ്രബോധനം മുഴുവന്റെയും, അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവന്റെയും അടിസ്ഥാനം പിതാവുമായുള്ള ബന്ധമാണ് എന്ന് 26-ാം വാക്യത്തിൽ പറയുന്നു. 29-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ എന്നെ അയച്ചവൻ അവൻ എൻ്റെ കൂടെയുള്ളത് കൊണ്ട്, അവൻ എന്നെ തനിയെ വിട്ടിരിക്കുകയല്ലാത്തത് കൊണ്ട്, അവൻ അവിടത്തേക്ക് പ്രീതികരമായോ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പിതാവായ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നാണ്. കാരണം പിതാവിൻ്റെയും ഈ മനുഷ്യനായി അവതരിച്ച പുത്രൻ്റെയും മനസ്സ് ഒന്ന് തന്നെയാണ്, വില്ല് ഒന്ന് തന്നെയാണ്, പദ്ധതി ഒന്ന് തന്നെയാണ്. അതെല്ലാം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ ഈ ദൈവിക സഹവാസത്തിലേക്ക്, ദൈവപുത്രത്വത്തിലേക്ക്, ദൈവിക കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ടുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണത്. അതുകൊണ്ടാണ് 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുന്ന് സത്യവാനാണ്, അതുകൊണ്ടാണ് ഈശോയെ സത്യമാണ് എന്ന് തന്നെ യോഹന്നാൻ വിവരിക്കുന്നത്. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഞാനാണ് വഴിയും സത്യവും ജീവനും. ജീവനിലേക്ക് നയിക്കുന്ന പിതാവുമായുള്ള ബന്ധത്തിൽ, ആ ബന്ധത്തിലേക്ക് നയിക്കുന്ന വഴി എപ്രകാരമാണ് ഞാനത് നയിക്കുന്നത്? പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ്, സത്യമായിക്കൊണ്ടാണ്, സത്യവാനായ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ്. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ പ്രകാശനമാണ് ഇത് എന്ന് വ്യക്തമാക്കുന്നതാണ് പഴയ നിയമത്തിൽ നിന്നുള്ള 2-ാമത്തെ വായന. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം ആദ്യത്തെ 14 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു, തൻ്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തൻ്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടുമാണ് അവിടുന്ന് ആർദ്രത കാണിക്കുന്നത്. അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? മനുഷ്യന്റെ നിസ്സാരത കണക്കിലെടുത്തുകൊണ്ടാണ് മനുഷ്യവർഗത്തോട് അവിടുന്ന് കാരുണ്യവും ആർദ്രതയും പ്രദർശിപ്പിക്കുന്നത് എന്നും പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യാവതാര രഹസ്യം മുഴുവൻ്റെയും പുത്രനെ നമ്മുടെ പക്കലേക്ക് അയച്ചതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ അടിസ്ഥാനം ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള നമ്മോടുള്ള കരുണയും ആർദ്രതയുമാണ്. ഈ കരുണയിൽ മനുഷ്യന്റെ നിസ്സാരത മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് കാണിക്കുന്നത്,
ഈ കാരുണ്യത്തോട് നമ്മൾ സഹകരിക്കുക, അവിടുത്തെ കാരുണ്യത്തിന് വിട്ടുകൊടുക്കുക, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, ദൈവം പുത്രനിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വിശ്വസിക്കുക, അവിടുത്തെ ഹിതം, പിതാവിൻ്റെ ഹിതം വെളിപ്പെടുത്തുകയാണല്ലോ ഈശോ ചെയ്തത്. സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് കാണിച്ചു തന്ന പാതയിലൂടെ നടക്കുക, അവിടുന്ന് പഠിപ്പിച്ച മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ നിശ്ചയമായിട്ടും ഈശോ വിഭാവനം ചെയ്ത ആ ഒരു സ്വർഗരാജ്യത്തിന് അർഹരായി തീരുന്നത്. ഈശോയുടെ കൂടെ നടക്കുന്നവർ, ഈശോയെ കാണുന്നവർ പിതാവിനെ കാണുന്നുവെന്ന് 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ ഈശോയുടെ വാക്കുകൾ. അപ്പോൾ ഈശോയെ കാണുന്നവൻ പിതാവിനെയാണ് കാണുന്നത്. ഈശോയും പിതാവും ഒന്നാണ് എന്ന് 10-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഐക്യം, പിതാവുമായുള്ള ബന്ധം, ഈ ഈശോയുടെ കൂടെ നടക്കുന്ന നമ്മൾ ശിഷ്യര് ദൈവവുമായിട്ട് കൂട്ടായ്മയിലാവുകയാണ്. ആദ്യ സൃഷ്ടിയിൽ മനുഷ്യവർഗത്തിനുണ്ടായിരുന്ന ആ കൂട്ടായ്മയിലേക്ക്, ആ ദൈവിക സഹവാസത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മയും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, തന്നെ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള ഭാഗ്യം നൽകുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് മനുഷ്യൻ വെച്ചത്. അപ്പോൾ ഈശോയുടെ പിറവിയുടെ ആ രഹസ്യത്തിന് തൊട്ട് പിന്നാലെ ധനഹാകാലത്ത് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഈ മനുഷ്യനായി അവതരിച്ച ഈശോ അവൻ്റെ അവതാര ലക്ഷ്യം എന്തായിരുന്നു, മനുഷ്യനായത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, നമ്മെ ദൈവമക്കളാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതെങ്ങനെയാണ് അവിടത്തേക്ക് സാധിക്കുന്നത്? പിതാവുമായുള്ള ആ അഭേദ്യ ബന്ധം. 1-ാം 18-ാം വാക്യത്തിൽ യോഹന്നാൻ വിവരിക്കുന്നത് പോലെ പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന മിശിഹ തന്നെയാണ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്നത് എന്ന്. ഈ ദൈവിക വെളിപാട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ നമുക്ക് അവിടുത്തെ കണ്ടെത്താം, ജീവൻ കണ്ടെത്താം, അവിടുന്ന് നൽകുന്ന ജീവനിൽ പങ്കുചേരാം. ദൈവിക സഹവാസത്തിലേക്ക്, ദൈവപുത്രത്വത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. അതനുസരിച്ച് ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.